നമസ്കാരം, സാഗാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് അവസാനത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുന്നേ പഠിച്ചു. എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പഠിച്ചു. ഫിനാൻസിങ് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു അല്ലേ. അതിനുശേഷം ഫിനാൻസിങ് പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ ഡിസിഷൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ പഠിച്ചു. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? നമ്മളൊരു പ്രോജക്റ്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. അതിൽ ഷോർട്ട് ടേം എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ വന്നത് എങ്ങോട്ടാണ്? ഫിനാൻസിങ് ഡിസിഷനാണ്. ഫിനാൻസിങ് ഡിസിഷനിൽ വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്താണെന്നുള്ളതും അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ആൻഡ് ഫൈനൽ വൺ, അവസാനത്തെ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബേസിസിൽ തന്നെ പഠിച്ചു വരണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിലബസ് അനുസരിച്ച് ഉള്ള ഓർഡറിലല്ല നമ്മൾ പഠിച്ചു വന്നത്. പക്ഷേ നിങ്ങൾ ഇതും പഠിച്ചു കഴിഞ്ഞിട്ട് സിലബസ് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹോൾ സിലബസ് കവറപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു പഠിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ആ ഒരു ഓർഡറിനാണ് പഠിച്ചു വന്നത്. നമ്മൾ സിലബസിൽ കൊടുത്തേക്കുന്ന ഓർഡറിനല്ല വന്നത്. ഓക്കെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന്? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായിരിക്കും ഡിവിഡൻഡ് ഡിസിഷൻ എന്നൊക്കെ നിങ്ങൾക്കൊരു ഊഹം ഉണ്ടായിരിക്കാം. എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്താണ് ഡിവിഡൻഡ്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ ഡിവിഡൻഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Dividend refers to that portion of a company's profit which is legally distributable to its shareholders. It represents the return or reward received by the shareholders for investing their money in the company's shares. Dividends can be distributed only out of current profit or accumulated reserve subject to legal provisions. എന്താണ്? നമ്മുടെ കമ്പനിയുടെ ഷെയർസ് മേടിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ് നമ്മളുടെ എങ്കിൽ അവിടെ ഡിവിഡൻഡ് ഉണ്ടാവുമോ? ഇല്ല. പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബിസിനസ്സാണ്. അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ ആരെടുത്ത് ചോദിക്കണം? ഞാൻ തന്നെ ആ പ്രോഫിറ്റ് എടുത്ത് കൈകാര്യം ചെയ്യും. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഷെയറിംഗ് റേഷ്യോസ് ഉണ്ടാവുമല്ലോ. ഇനി റേഷ്യോ ഇല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്തെടുക്കുക. ആരോടും അധികം പറയേണ്ട കാര്യമില്ല. പക്ഷേ കമ്പനി എന്ന് പറയുന്നത് അങ്ങനെയല്ല. കമ്പനിയുടെ കേസിലാണ് ഡിവിഡൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, ഒരു കമ്പനി ഫങ്ഷൻ ചെയ്ത് അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ്, ആ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് റിവാർഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ, പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ റിവാർഡായിട്ടും റിട്ടേൺ ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എന്തിനാ അവർക്ക് ഡിവിഡൻഡ് ഇങ്ങനെ റിവാർഡായിട്ട് കൊടുക്കുന്നത്? അവർ നമ്മുടെ കമ്പനിയിൽ ഷെയർ വാങ്ങിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. നമുക്ക് ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം കുറച്ചധികം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ റിസർവ് ആയിട്ട് വെക്കും. ആ റിസർവിൽ നിന്ന് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, dividend is defined as a distribution to shareholders out of profit or reserve available for the purpose. ഓക്കെ, അപ്പോൾ എന്താണ് ഡിവിഡൻഡ് എന്നുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ICAIയുടെ ഡെഫിനിഷൻ. ഇനി എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ? ഓക്കെ, നോക്കാം. Dividend policy refers to the managerial decision regarding the proportion of profit to be distributed as dividend and the proportion to be retained in the business. Dividend decision is one of the most important financial decision of a company as it directly affects shareholder satisfaction and the future growth of the firm. The primary object of dividend policy is to maximize shareholders' wealth while maintaining adequate funds for long-term expansion.
A sound dividend policy balances current income to shareholders and retained earnings for future investment. Dividend decision has a direct impact on the market value of shares, cost of capital and liquidity position of the firm. ഒന്നുമില്ല, എന്താണ് ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കും ഒരേപോലത്തെ ഡിവിഡൻഡ് പോളിസി ആയിരിക്കില്ല. കമ്പനി ടു കമ്പനി ഡിവിഡൻഡ് പോളിസി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എല്ലാ കമ്പനീസും പ്രോഫിറ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ എത്ര ഭാഗമാണ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്ര ഭാഗമാണ് റീറ്റെയിൻ. നമ്മൾക്കിപ്പോൾ കമ്പനിയിൽ ഈ വർഷം ഒരു 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് വെച്ചോ. ഈ 1 ലക്ഷം രൂപയും കമ്പനി എടുത്ത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നിൽക്കില്ല. അവരെന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റിവെക്കും, ഇല്ലേ? ബാക്കിയുള്ളതായിരിക്കും അവർ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ഒരു മാനേജീരിയൽ ഡിസിഷനാണ്. എത്രത്തോളം പ്രോഫിറ്റിൻ്റെ എത്രത്തോളം പ്രപ്പോർഷൻ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം പ്രപ്പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം ചുമ്മാതെ അങ്ങ് എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമല്ല ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ. നിങ്ങൾ ആലോചിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കി, പ്രോഫിറ്റ് നമുക്ക് കിട്ടി, ടാക്സ് എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയുണ്ട്, ഇതങ്ങ് എല്ലാവർക്കും കൂടി അങ്ങ് വീതിച്ചു കൊടുക്കാം. അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷനാണ്. നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേമിൻ്റെ ലിക്വിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലേ? നമ്മൾ ഒരുപാട് ഡിവിഡൻഡ് കൊടുത്താൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പ്രോഫിറ്റും എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ലിക്വിഡിറ്റി ഉണ്ടാവില്ല, നമ്മുടെ മാർക്കറ്റ് വാല്യൂവിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് ഡിവിഡൻഡ് കൊടുക്കാനൊന്നും പറ്റില്ല. അത് വളരെ ആലോചിച്ച് തീരുമാനിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ഒരു ഡിവിഡൻഡ് പോളിസി തന്നെ ആയിരിക്കണം. നമ്മുടെ കമ്പനിയുടെ ഇൻകത്തിൻ്റെയും നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിനുവേണ്ടി എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ ആലോചിച്ച് വേണം നമ്മൾ എന്ത് തീരുമാനിക്കാൻ, നമ്മുടെ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി തീരുമാനിക്കാൻ. സോ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഫിറ്റിൻ്റെ എത്ര പ്രപ്പോർഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണം, എത്ര പ്രപ്പോർഷൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസിഷനാണ് എന്ത് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു കണ്ടന്റ് ആണ് ഫോംസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് പല രീതിയിൽ കൊടുക്കാം. ഓക്കെ, പല രീതിയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചില ഡിവിഡൻഡ് നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം, ചില ഡിവിഡൻഡ് നമുക്ക് ഷെയർസ് ആയിട്ട് തന്നെ കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതിനെപ്പറ്റി പറയുന്നതാണ് ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏരിയാസ് ആണ്, അതുകൊണ്ട് ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല. ഓരോന്നും എന്താണെന്ന് നമുക്ക് പറഞ്ഞു പോവാം. Dividends can be classified on the basis of form in which they are paid as follows. ഏത് ഫോമിലാണ് അത് പേ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ ഡിവിഡൻഡ് പല രീതിക്കുണ്ട്. ഓക്കെ, എന്ത് ഫോമിലാണ് അത് പേ ചെയ്യുന്നത്? അതിലൊന്നാമത്തതാണ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിവിഡൻഡ് ആയിട്ട് ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യുന്നതിനെയാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നോർമലി ഉള്ളത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കമ്പനിയുടെ ഫണ്ടിൽ നിന്ന് ഒരു ആക്ച്വൽ ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നുണ്ട്, എല്ലാവർക്കും ക്യാഷ് ആയിട്ട് തന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിവിഡൻഡ് എന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഡിവിഡൻഡ് പ്രൊവൈഡ്സ് ഷെയർ ഹോൾഡേഴ്സ് the freedom to invest the received amount as per their preference. The company must have adequate liquidity to declare cash dividend. Excessive cash dividend may adversely affect the liquidity position of the
ഫേം എന്നാണ്. ഇങ്ങനെ ക്യാഷ് ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റ് എന്താണ്? അവർക്ക് ക്യാഷ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഡിവിഡൻഡ് അവർക്ക് മറ്റെന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു കമ്പനി ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആ കമ്പനിക്ക് ആഡിക്വേറ്റ് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ലിക്വിഡിറ്റി ഒന്നും ഇല്ലാതെ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ ലിക്വിഡിറ്റി പൊസിഷനെ അഫക്റ്റ് ചെയ്യും, മാർക്കറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് സിംപ്ലി ക്യാഷ് ഡിവിഡൻഡ് എന്ന് ചോദിച്ചാൽ ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയിട്ട് തന്നെ ഡിവിഡൻഡ് പേ ചെയ്യുന്നത്, കമ്പനിയിൽ നിന്നും ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുന്ന രീതിയിൽ ഡിവിഡൻഡ് പേ ചെയ്യുന്നതാണ് എന്ത്? ക്യാഷ് ഡിവിഡൻഡ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ് എന്നും പറയും. ഇതെന്താന്ന് പറയാൻ ഞാനൊരു കാര്യം പറയാം. നമുക്കറിയാം കമ്പനിയിൽ ഡിവിഡൻഡ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കമ്പനിയിലേക്ക് വരികയാണ്. അങ്ങനെ വരത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി കമ്പനിയെ അപ്രോച്ച് ചെയ്യുകയാണ്. അവർക്ക് ഡിവിഡൻഡ് കിട്ടേണ്ട ടൈം ആയെന്ന് പറയുമ്പോൾ കമ്പനി പറയുകയാണ്, അതെ ഇപ്പം നമുക്ക് ഡിവിഡൻഡ് ഒക്കെ തരാം, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പം നമുക്ക് കുറച്ച് ലിക്വിഡിറ്റി പ്രോബ്ലംസ് കമ്പനി ഫേസ് ചെയ്യുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിവിഡൻഡ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനി അഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു ബോണ്ട് എഴുതി തരാം അല്ലെങ്കിൽ ഒരു പ്രോമിസ് തരാം, ഇന്ന ഡേറ്റിൽ, അതായത് ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നിങ്ങളുടെ ഡിവിഡൻഡ് ഞാൻ കമ്പനി പേ ചെയ്തിരിക്കും എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഒരു പ്രമാണം പോലെയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബോണ്ട് കൊടുക്കുന്നു. അതായത് ഇപ്പം നിലവിൽ ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട, ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് ഞാൻ ഡിവിഡൻഡ് തന്നിരിക്കും, ഇത്ര ഡിവിഡൻഡ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്ന പോലെ ഒരു ബോണ്ട് പോലെ കൊടുക്കുന്നതിനെയാണ് സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. സ്ക്രിപ്പ് ഡിവിഡൻഡ് ഈസ് എ ഫോം ഓഫ് ഡിവിഡൻഡ് ഇൻ വിച്ച് ദ കമ്പനി പ്രോമിസസ് ടു പേ ഡിവിഡൻഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഡിവിഡൻഡ് പേ ചെയ്തോളാം എന്ന് കമ്പനി ഉറപ്പ് വരുത്തുന്ന, കമ്പനി പ്രോമിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോം ഓഫ് ഡിവിഡൻഡ് ആണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി issued when the company does not have sufficient cash to pay immediate dividend. The main objective of scrip dividend is to postpone cash flow. Scrip dividend usually carry interest and are accepted as collateral security. This form of dividend helps the company maintain liquidity while satisfying shareholders. എന്താണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എപ്പോഴാണ് നമ്മൾ കമ്പനികൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്രയും ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല, അത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇപ്പോൾ കമ്പനിയിലില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അത്രയും ക്യാഷ് എടുത്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പനീനെ അഫക്റ്റ് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, അതെ ഇപ്പം നിങ്ങൾക്ക് ഡിവിഡൻഡ് തരാൻ സാധിക്കില്ല, നമ്മൾക്കിപ്പോൾ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ വരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ ഡിവിഡൻഡ് വിത്ത് ഇൻട്രസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് ഒരു പ്രോമിസറി നോട്ട് പോലെ ഒരു ബോണ്ട് പോലെയൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന സ്ക്രിപ്പ് ഡിവിഡൻഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്ന ഈ സ്ക്രിപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് നമ്മൾ ഈ പ്രമാണം പോലെയൊക്കെ എഴുതി ഒപ്പിട്ട് കമ്പനി സീലൊക്കെ അടിച്ച് കൊടുക്കും, ഇങ്ങനെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്, വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യണം, നമുക്ക് തെളിവ് വേണം അല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബോണ്ട് കൊടുക്കുന്നത്. ഈ ബോണ്ട് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇപ്പം ക്യാഷ് ഡിവിഡൻഡ് ആയി, സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ് ആയി. മൂന്നാമത്തേതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. എന്തായിരിക്കും പ്രോപ്പർട്ടി ഡിവിഡൻഡ്? ക്യാഷ് അല്ലാതെ മറ്റേതെങ്കിലും അസറ്റിൻ്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെയാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ സമയമായപ്പോൾ എൻ്റെ ഒരു ഷെയർ ഹോൾഡർ വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഡിവിഡൻഡ് കിട്ടാൻ ടൈം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള സമയം, അപ്പം ഞാൻ കമ്പനി പറയുകയാണ്, എന്താണ് ഇപ്പോൾ ക്യാഷ് ആയിട്ട് തരാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും, എത്ര രൂപയുടെ ഡിവിഡൻഡ് എന്ന് ചോദിച്ചപ്പോൾ 12,000 രൂപയുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുന്നൊരു ഫർണിച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസേര എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുകയാണ്, മറ്റൊരു അസറ്റായിട്ട് പേ ചെയ്യുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് പ്രോപ്പർട്ടി
ഡിവിഡൻഡ്. കസേരയൊന്നുമല്ല കൊടുക്കുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. പക്ഷേ ഈ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് മെത്തേഡ് അല്ല. ഒരിക്കലും അങ്ങനെ എന്ന് വെച്ചാൽ ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരും ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള ഒരു മെത്തേഡൊന്നും അല്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവിഡൻഡ് ഫോമൊന്നും അല്ല. നമുക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. പക്ഷേ ഒരു കമ്പനിയിലും ഈ പ്രോപ്പർട്ടി ഡിവിഡൻഡ് അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ കാണാറില്ല. എല്ലായിടത്തും ക്യാഷോ സ്റ്റോക്കോ ഒക്കെ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് നോക്കാം. Property dividend refers to the payment of dividend in the form of asset other than cash. Cash അല്ലാതെയുള്ള മറ്റേതെങ്കിലും ഒരു അസറ്റിൻ്റെ ഫോമിൽ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനെയാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. These assets may include surplus inventory, investment or other non-essential assets of the company. In some cases, dividend may also be distributed in the form of company's own products. Property dividends are declared only under exceptional circumstances. This form of dividend is rare and not popular in India. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ഒന്നുകിൽ കമ്പനിയുടെ തന്നെ പ്രോഡക്റ്റ്, നമ്മുടെ ഇപ്പോൾ വല്ല നമ്മുടെ കമ്പനിക്ക് വല്ല ക്ലോത്തിങ് ബിസിനസ്സോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എത്ര രൂപയാണോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെൻ്ററി സ്റ്റോക്ക് ഇരിപ്പുണ്ടെങ്കിൽ അത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ റെയറാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒരു ഡിവിഡൻഡാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ആൻഡ് ഫൈനൽ ഫോം ഓഫ് ഡിവിഡൻഡ് ആണ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ്. ഇതിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഡിവിഡൻഡിന് പകരമായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഡിവിഡൻഡ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാതെ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷിന് പകരമായിട്ട് അവർക്ക് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതിനെയാണ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 1500 രൂപ നമ്മളുടെ ഡിവിഡൻഡ് ഒരു ഷെയർ ഹോൾഡറിന് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ 1500 രൂപയായിട്ട് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? 1500 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള അഡീഷണൽ ഷെയർ കമ്പനിയുടെ കയ്യിൽ നിന്നും അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ബോണസ് ഷെയർസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് പഠിക്കുന്നതാണല്ലേ നമ്മൾ. അപ്പോൾ എന്താണ് സ്റ്റോക്ക് ഡിവിഡൻഡ്? Stock dividend is a form of dividend paid in the form of additional shares to existing shareholders. Existing shareholdersന് ഡിവിഡൻഡ് കൊടുക്കുന്ന ടൈം ആകുമ്പോൾ ഡിവിഡൻഡ് എന്തിൻ്റെ ഫോമിൽ പേ ചെയ്യും? അവർക്ക് കമ്പനിയുടെ അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്ത് ആ ഡിവിഡൻഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പേ ചെയ്യുന്നതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. ഇറ്റ് ഇൻവോൾവ്സ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്. എന്താണ് ഇത്? പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ കിട്ടും. അവരുടെ കാര്യങ്ങൾക്ക് ആ ഡിവിഡൻഡിൻ്റെ എമൗണ്ട് എടുത്ത് യൂസ് ചെയ്യും, വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഷെയർ ആയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിലോ അഡീഷണൽ ഷെയർസ് ഇപ്പം നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഹോൾഡിങ്ങിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ കാശ് കമ്പനിയിൽ തന്നെ നിൽക്കുന്നത് പോലെയല്ലേ? നമ്മൾ കുറേ ഷെയർസ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കുകയാണ്. ആ പൈസ നമ്മുടെ കമ്പനിയിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയല്ലേ ആ ഒരു വിത്ത് എഫക്റ്റിൽ വരുന്നത്? സോ അതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. Stock dividend does not result in any cash outflow and hence does not affect the liquidity position of the firm. It increases the number of shares held by the shareholders without changing their proportional ownership. Stock dividend are commonly issued in India in the form of bonus shares. എന്താണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? നമുക്ക് ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മളിങ്ങനെ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഓണർഷിപ്പിൻ്റെ പ്രപ്പോർഷൻ ഒന്നും കൂടുന്നൊന്നുമില്ല. ഓരോരുത്തർക്കും എത്രത്തോളം പ്രപ്പോർഷനിലാണ് ഓണർഷിപ്പ് ഉള്ളത് ആ ഓണർഷിപ്പിൻ്റെ പ്രപ്പോർഷൻ ചേഞ്ച് ചെയ്യാത്ത വിധത്തിലായിരിക്കും അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ കുറച്ച് ബോണസ് ഷെയർസ് കിട്ടിയെന്നും പറഞ്ഞ് ഒരു ഓണറുടെയും പ്രപ്പോർഷൻ കൂടുന്നില്ല. അവരുടെ ഓണർഷിപ്പ് പ്രപ്പോർഷനിൽ ഒരു ചേഞ്ച് വരാത്ത രീതിയിലാണ് അവർ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 4 ഫോം ഓഫ് ഡിവിഡൻഡ് ആണുള്ളത്. ഒന്ന് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്, ദെൻ രണ്ടാമത്തത് സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ടായിട്ട് നമ്മൾ ഒരു പ്രോമിസ് ചെയ്ത് കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ്. 3 ക്യാഷ് അല്ലാതെ മറ്റേതെങ്കിലും അസറ്റായിട്ട് പേ ചെയ്യുന്ന പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ആൻഡ് ഫൈനൽ വൺ ഈസ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, അതായത് നമുക്കറിയാം ഡിവിഡൻഡ് വേറെ, ഡിവിഡൻഡ് പോളിസി വേറെ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും പറഞ്ഞത്. ഒരെണ്ണം കാശ്, ഒരെണ്ണം അസറ്റ്, ഒരെണ്ണം ഒരു പ്രോമിസറി നോട്ട്, ഒരെണ്ണം ഷെയർ. അപ്പോൾ ഓരോന്നിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ അത് പറഞ്ഞത്. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കും ഓരോ പോളിസി ഉണ്ടാവും. എത്ര പ്രപ്പോർഷനിൽ ഡിവിഡൻഡ് കൊടുക്കണം, എത്ര ഇൻ്റർവെല്ലിന് കൊടുക്കണോ, അതോ ഇനി ഡിവിഡൻഡ് കൊടുക്കണ്ടേ, അങ്ങനെയൊക്കെ പല ഓരോ കമ്പനി ടു കമ്പനി മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിലെന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലായ്പ്പോഴും ഒന്നും ഡിവിഡൻഡ് കൊടുക്കില്ല, പ്രോഫിറ്റ് ഉണ്ടാവുന്ന ടൈമിൽ മാത്രമേ ഞാൻ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. അതാണ് എൻ്റെ കമ്പനിയുടെ പോളിസി. പക്ഷേ മറ്റൊരു കമ്പനിയുണ്ട്, അവരെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിവിഡൻഡ് ഇത്ര പെർസെൻറ്റേജ് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന കമ്പനി ആയിരിക്കും. അപ്പം കമ്പനി ടു കമ്പനി ഡിവിഡൻഡ് പോളിസി മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എത്രത്തോളം ഡിവിഡൻഡ് എത്രത്തോളം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പ്രോഫിറ്റിൻ്റെ എത്രത്തോളം റീറ്റെയിൻ ചെയ്യുന്നു, എത്ര ഇൻ്റർവെല്ലിലാണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന കമ്പനിയുടെ ഒരു പോളിസി, ഡിവിഡൻഡ് പോളിസിയാണ് ഉള്ളത്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി കമ്പനി ടു കമ്പനി വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഉള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസി നോക്കാം. എങ്ങനെയൊക്കെയാണ് ഡിവിഡൻഡ് പോളിസിയുടെ പല വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Dividend policy refers to the approach adopted by a company regarding the payment of dividend to its shareholders. The major types of dividend policies are explained below. എന്താണ് ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് പേ ചെയ്യണം, എത്ര ഇൻ്റർവെൽ ആവുമ്പോൾ പേ ചെയ്യണം, പേ ചെയ്യണ്ടേ, ഫുള്ള് റീറ്റെയിൻ ചെയ്യണോ, അങ്ങനെ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന അവരുടെ ആ ഒരു അപ്രോച്ച്, അവരുടെ രീതികളെ പറ്റി പറയുന്നതാണ് ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പം അത് പല തരത്തിലുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ റെഗുലർ ഡിവിഡൻഡ് പോളിസി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, ഈ റെഗുലർ ഡിവിഡൻഡ് പോളിസി ഉള്ളൊരു കമ്പനി ആണെങ്കിൽ അവർ ഒരു ഫിക്സഡ് റേറ്റിൽ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ റെഗുലറായിട്ട് അവർ പേ ചെയ്യും, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. സോ റെഗുലർ ഡിവിഡൻഡ് പോളിസി ഈസ് എ പോളിസി അണ്ടർ വിച്ച് dividend is paid regularly at a usual or ഫിക്സഡ് റേറ്റ്. കമ്പനിയുടെ ഒരു യൂഷ്വൽ റേറ്റ് എന്താണ് അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് എന്താണ്, ആ ഒരു റേറ്റിന് റെഗുലറായിട്ട് ഇത്ര ഇൻ്റർവെല്ല് മാറി മാറി, ചിലപ്പോൾ ഓരോ വർഷമായിരിക്കും, ചിലപ്പോൾ ഹാഫ് ഇയർലി ആയിരിക്കും, അങ്ങനെ മാറി മാറി 6 മാസം കൂടുമ്പോൾ കമ്പനി പേ ചെയ്യും. അങ്ങനെയാണ് ആ ഒരു കമ്പനിയുടെ അപ്രോച്ചെങ്കിൽ നമുക്ക് പറയാം ആ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു റെഗുലർ ഡിവിഡൻഡ് പോളിസിയാണ്. ഓക്കെ, this policy is particularly beneficial to investors such as retired persons, widows, and economically weaker sections who depend on dividend income for their livelihood. Under this policy, the company maintains a consistent dividend payment record. അപ്പോൾ ഇങ്ങനെ റെഗുലർ ഡിവിഡൻഡ് പോളിസി ഉള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ കാണും. കാരണം അവർക്കൊരു റെഗുലർ ഇൻകം ആവശ്യമാണ് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാർ കാണും. റെഗുലർ ഡിവിഡൻഡ് പോളിസിയുടെ പ്രത്യേകത എന്താ? അവർക്ക് റെഗുലറായിട്ട് അവരെന്ത് ചെയ്യും? ഡിവിഡൻഡ് പേ ചെയ്യും. വെദർ
കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണോ അതൊന്നും നോക്കുന്നില്ല. അവർക്ക് എന്ത് കിട്ടും? ഒരു ഫിക്സഡ് റേറ്റിൽ എല്ലാ മാസവും ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ എല്ലാ 2 മാസവും കൂടുമ്പോൾ കിട്ടും. എങ്ങനെയാണെങ്കിലും ഒരു ഫിക്സഡ് ഇൻ്റർവെൽ അനുസരിച്ച് ഒരു ഫിക്സഡ് ഡേറ്റിൽ ഒരു ഫിക്സഡ് റേറ്റ് അനുസരിച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജോലിയൊന്നും ഇല്ലാത്ത ഇപ്പം റിട്ടയർഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, വിഡോസ്, വിധവകൾ, എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഇങ്ങനെ ഡിവിഡൻഡ് പോളിസി ഉള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യം. കാരണം എന്താണ്? അവർക്കൊരു റെഗുലർ ഇൻകം ആവശ്യമുണ്ട്. റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ്? ഒരു റെഗുലർ ഇൻകം ആവശ്യമുണ്ട്. സോ അവരെന്ത് ചെയ്യും? ഇങ്ങനെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഓരോ മാസവും ശമ്പളം കിട്ടുന്നത് പോലെ അവർക്ക് ഈ പറയുന്ന ഡിവിഡൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് അതെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സോ ഇങ്ങനെയുള്ള ഈ റെഗുലർ ഡിവിഡൻഡ് പോളിസി ഉള്ളത് കൂടുതലും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഇതിനകത്ത് അട്രാക്റ്റ് ആവുന്നത്. എന്താണ് റെഗുലർ ഡിവിഡൻഡ് പോളിസിയുടെ അഡ്വാൻറ്റേജസ് എന്ന് ജസ്റ്റ് അഡ്വാൻറ്റേജസ് ഒന്നും അത്ര വലിയ കാര്യമുള്ളതൊന്നുമല്ല, നമുക്കൊന്ന് പറഞ്ഞു പോകാം. എന്നാലും it establishes a profitable and stable record of company. It helps to improve investor confidence. It facilitates easy mobilization of fund as investors prefer companies with regular dividend. It helps to stabilize the market price of shares. എന്താണ്? കമ്പനിക്ക് ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ റെക്കോർഡ് ഉണ്ട് എന്ന് കാണിക്കാൻ ഈ റെഗുലർ ഡിവിഡൻഡ് പോളിസി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു കമ്പനിക്ക് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ റെഗുലർ ഡിവിഡൻഡ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കാണുമ്പോഴേ നമുക്കറിയാം റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ, അങ്ങനെ ഒരു ഡിവിഡൻഡ് പോളിസി കമ്പനി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എല്ലായ്പ്പോഴും ഉണ്ടാവണമല്ലോ. അല്ലാതെ പ്രോഫിറ്റ് ഇല്ലാത്തൊരു കമ്പനി ഒരിക്കലും റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യത്തില്ല. പ്രോഫിറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം പ്രോഫിറ്റ്, അടുത്ത മാസമാകുമ്പോൾ പ്രോഫിറ്റ് ഇല്ല, ലോസ്, അങ്ങനെയാണ് ഒരു കമ്പനിയുടെ പോക്കെങ്കിൽ ആ കമ്പനി ഒരിക്കലും ഒരു റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യത്തില്ല. കാരണം ലോസ് ആകുമ്പോഴും ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരത്തില്ലേ. സോ എങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കും റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യുക? നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള, അത്യാവശ്യം എല്ലായ്പ്പോഴും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പനീസ് മാത്രമേ ഈ റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു കമ്പനിക്ക് റെഗുലർ ഡിവിഡൻഡ് പോളിസി ആണെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ റെക്കോർഡുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു കമ്പനി അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേബിൾ റെക്കോർഡ് ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെഗുലർ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്ററിൻ്റെ കോൺഫിഡൻസും കൂടുതലായിരിക്കും. കാരണം റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഒരിക്കലും പ്രോഫിറ്റ് ഇല്ലാതെ ഫംഗ്ഷൻ ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് തോന്നും. അതുപോലെ തന്നെ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഇവർ റെഗുലർ ഡിവിഡൻഡ് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി നോക്കുമ്പോൾ റെഗുലർ ഡിവിഡൻഡ് പോളിസി, പ്രോഫിറ്റ് ഇല്ലാത്തൊരു കമ്പനി എന്തായാലും റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യില്ല. സോ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫണ്ട് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഫണ്ട് മൊബിലൈസ് ചെയ്തെടുക്കാനും നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മുടെ ഷെയർസിൻ്റെ വാല്യൂ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഗുലർ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്താണ് റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്നറിയാമല്ലോ. ഇനി രണ്ടാമത്തേതാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി റെഫേഴ്സ് ടു എ പോളിസി ഇൻ വിച്ച് എ കമ്പനി പേസ് എ മിനിമം അഷ്വേർഡ് ഡിവിഡൻഡ് റെഗുലർലി ഇറസ്പെക്റ്റീവ് ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ ഏർണിങ്സ്. എന്താണ് കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫിക്സഡ് റേറ്റ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്, ഒരു മിനിമം പെർസെൻറ്റേജ് അവർ പറയും. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്, ഓരോന്നും പല രീതിയിലാണ്. ഇപ്പം എന്താണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഇതും റെഗുലർ ഡിവിഡൻഡ് പോളിസി പോലെ തന്നെയാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഡിവിഡൻഡ് എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം അങ്ങനെയൊന്നും അല്ല. ഒരു അഷ്വേർഡ് എമൗണ്ട് എന്തായാലും, അല്ലെങ്കിൽ ഒരു അഷ്വേർഡ് പ്രപ്പോർഷൻ എന്തായാലും നിങ്ങൾക്ക് തരും. അതിൽ കൂടുതൽ തരണോ വേണ്ടയോ എന്നുള്ളത് കമ്പനിയുടെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ ഒരു രീതിയിലാണ് ഈ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി വരുന്നത്. ഇനി സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി തന്നെ 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഓക്കെ,
ശ്രദ്ധിച്ച് കേൾക്കണം. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി 3 തരത്തിലുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഇതെന്താന്ന് വെച്ചാൽ അണ്ടർ ദിസ് പോളിസി the company pays a fixed amount of dividend. ഇവിടെ റേറ്റ് ഒന്നും അല്ല പറയുന്നത്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് ഇവർ പേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 50,000 രൂപ ഒരു ഷെയറിന്. എല്ലാ വർഷവും ഒരു ഷെയറിന് അവർ ഇത്ര രൂപ കൊടുത്തേക്കാം എന്നവർ പറയാണ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈവൻ നഷ്ടത്തിലാണെങ്കിൽ പോലും നമ്മുടെ കമ്പനിയുടെ ഏർണിങ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഞങ്ങളുടെ കമ്പനിക്ക് ഏർണിങ്സ് ഉണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമല്ല. എല്ലാ വർഷവും ഞങ്ങൾ എന്ത് തരും? ഡിവിഡൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷെയറിന്, ഇപ്പം 100 രൂപയുടെ ഷെയറാണ് കമ്പനി ഓഫർ ചെയ്യുന്നതെങ്കിൽ 100 രൂപയുടെ ഷെയറാണ് കമ്പനി ഓഫർ ചെയ്യുന്നതെങ്കിൽ ഒരു ഷെയറിന് 20 രൂപ വെച്ച് ഞങ്ങൾ എല്ലാ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡിവിഡൻഡ് തന്നിരിക്കും. ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും പ്രോഫിറ്റ് ഇല്ലെങ്കിലും പ്രോഫിറ്റ് കുറഞ്ഞു പോയാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ എന്ത് തന്നിരിക്കും? ഒരു ഷെയറിൻ്റെ വില 100 ആണ്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 100 ആണ്. അപ്പോൾ 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങിച്ച ആൾക്ക് 20 രൂപ വെച്ച്. ഇപ്പം ഞാൻ 100 രൂപയുടെ 10 ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 1000 രൂപയായി. അപ്പോൾ 100 രൂപയുടെ ഒരു ഷെയറിന് 20 രൂപയാണെങ്കിൽ 1000 ഷെയറിന് ഇൻറ്റു 10 എത്രയാവും? 200 രൂപ ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഒരു ഷെയറിന് ഇത്ര രൂപയാണ് പറയുന്നത്. ഇവിടെ പെർസെൻറ്റേജ് അല്ല, എമൗണ്ട് ആണ് പറയുന്നത്. ഒരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻഡ് നിങ്ങൾക്ക് തന്നിരിക്കും എന്നാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയറിൽ. ഒരു ഷെയറിന് ഇത്ര ഡിവിഡൻഡ് എമൗണ്ട് തന്നിരിക്കും എന്നാണ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയറിൽ പറയുന്നത്. ഇനി ഇങ്ങനെ പറയണമെങ്കിൽ അത് ഏത് തരത്തിലുള്ള കമ്പനി ആയിരിക്കും ഈ പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ഉള്ളവരെ അത് അഡോപ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവൂ എന്ന് അത്രയ്ക്ക് ഉറപ്പുള്ള കമ്പനീസ് മാത്രമേ ഈ പോളിസി അഡോപ്റ്റ് ചെയ്യൂ. പക്ഷെ പറയുമ്പോൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞങ്ങൾ തരും. ലോസ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവർ ഈ പോളിസി ഒരിക്കലും അഡോപ്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും അവർ അഡോപ്റ്റ് ചെയ്തില്ല. എങ്ങാനും ലോസ് ആണെങ്കിലും കൊടുക്കേണ്ടി വരും. അത് പിന്നെയും നഷ്ടക്കച്ചവടമാണ് അല്ലേ? സോ ഒരു കമ്പനി ഈ ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ കമ്പനിയുടെ മേളിൽ അത്രത്തോളം ഉറപ്പുണ്ടാവണം. അവർക്ക് ലോസ് ഉണ്ടാവത്തില്ല, പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് അത്രത്തോളം ഉറപ്പുള്ള കമ്പനീസ് മാത്രമേ ഈ പോളിസി അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള കമ്പനീസിന് വേണ്ടിയിട്ടുള്ള പോളിസിയാണിത്. ടു ഫോളോ ദിസ് പോളിസി കമ്പനീസ് ക്രിയേറ്റ് എ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് ടു മെയിൻറ്റെയിൻ ഡിവിഡൻഡ് പേയ്മെന്റ്സ് ഈവൻ ഡ്യൂറിങ് ലോ ഓർ നെഗറ്റീവ് ഏർണിംഗ് പീരീഡ്സ്. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു വർഷം അവരുടെ ഏർണിങ്സ് അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ അന്നത്തെ സമയത്തും ഇവർക്ക് കൊടുക്കണ്ടേ? ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഡിവിഡൻഡ് കൊടുക്കാമെന്ന്? ഏർണിങ്സ് കുറഞ്ഞാലും ഈവൻ ലോസ് ആയി പോയാലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി കമ്പനി എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യും, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഈ റിസർവിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിടും. അതായത് അങ്ങനെ ഒരു റിസർവ് അവർ ക്രിയേറ്റ് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ആ റിസർവിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിടും. അപ്പോൾ ഏതെങ്കിലും ഒരു പീരീഡിൽ കുറച്ചൊന്ന് ഏർണിങ്സ് കുറഞ്ഞു പോയാലും ഈ റിസർവ് വെച്ച് ഇവർക്ക് എന്ത് കൊടുക്കാം? ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയാണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ പോളിസി. എന്താണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ? എന്താണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ? നേരത്തെ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ ആണ് അല്ലേ? അതിനകത്ത് നമ്മൾ ഫിക്സഡ് എമൗണ്ട് ആയിരുന്നു പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് പെർസെൻറ്റേജ് ആണ്. അവിടെ ഫിക്സഡ് എമൗണ്ട് ആയിരുന്നു. കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോയിൽ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് പറയുന്നത്. So constant payout ratio means payment of fixed percentage of net earnings as dividend every year. The amount of dividend fluctuates in direct proportion to earnings. This policy is preferred by many companies because dividend payment is linked to their capacity to pay. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിന്റെ 10% ഞങ്ങൾ നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് തരാം എന്നാണ് പറയുന്നത്.
സോ എനിക്ക് എന്തുണ്ടായി, ഞാൻ ഷെയർ വാങ്ങിച്ചിട്ടു. ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടായത് എത്രയാണ്, ഒരു 10,000 രൂപയാണെന്ന് വെക്കുക. 10,000 രൂപയുടെ 10% എത്രയാണ്, 1000 രൂപയാണ്. ഈ പ്രാവശ്യം എനിക്ക് 1000 രൂപയാണ് എന്ത് കിട്ടിയത്, ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയത്. ഇനി അടുത്ത തവണ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയത് 20,000 രൂപയാണ്. അപ്പോൾ 20,000 രൂപയുടെ 10% എത്രയാണ്, 2,000 രൂപയാണ് അല്ലേ. അപ്പം ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ തവണയും എമൗണ്ട്, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും. 10% എന്നേ പറയുന്നുള്ളൂ, ഇത്ര ഫിക്സഡ് എമൗണ്ട് എന്നല്ല പറയുന്നത്. 10% പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനനുസരിച്ച് മാറും അല്ലേ. ചില വർഷങ്ങളിൽ 10,000 ആണെങ്കിൽ ആ വർഷം 1,000 ആയിരിക്കും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ചില വർഷം 5,000 ആണെങ്കിൽ ആ വർഷം 500 രൂപ ആയിരിക്കും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. സോ പ്രോഫിറ്റ് മാറുന്നതിനനുസരിച്ച് എത്ര എമൗണ്ട് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതെന്നാണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോയിൽ പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. പക്ഷേ നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് ഡിവിഡൻഡിലാണെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഒരു ഫിക്സഡ് എമൗണ്ട് തന്നെ കൊടുക്കണം, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഒരു ഫിക്സഡ്, ആ പറഞ്ഞിരിക്കുന്ന തുക തന്നെ കൊടുക്കണം. ഏണിങ്സ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മൾ 10,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 തന്നെ കൊടുക്കണം. പക്ഷേ കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോയിൽ നമ്മൾ പറയുന്നത് ഒരു പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം തരാമെന്നാണ് പറയുന്നത്. സോ പ്രോഫിറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതും കുറയും. ഓക്കെ, അപ്പോൾ അതാണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. എന്താണ് സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ, അണ്ടർ ദിസ് പോളിസി ദ കമ്പനി പേസ് എ ലോ ബട്ട് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ എവറി ഇയർ. ആൻ അഡീഷണൽ ഓർ എക്സ്ട്രാ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഡ്യൂറിംഗ് ഇയേഴ്സ് ഓഫ് ഹൈ പ്രോഫിറ്റ്. ദിസ് പോളിസി ഈസ് സ്യൂട്ടബിൾ ഫോർ കമ്പനീസ് വിത്ത് ഫ്ലക്ച്വേറ്റിംഗ് ഏർണിങ്സ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പോളിസി പ്രകാരം കമ്പനി പറയും, നിങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ ഡിവിഡൻഡ് തരാം. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് 20,000 രൂപ വരെ ആണെങ്കിൽ, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് 0 മുതൽ 20,000 രൂപ വരെ ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര രൂപ ഡിവിഡൻഡ് വെച്ച് എല്ലാ വർഷവും തരും. ഞങ്ങൾ നിങ്ങൾക്ക് 1,000 രൂപ ഡിവിഡൻഡ് എല്ലാ വർഷവും തന്നിരിക്കും, ഒരു പ്രശ്നവും വേണ്ട. ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് 20,000 രൂപ വരെ ആണെങ്കിൽ, അത് 0 ആണെങ്കിലും 1,000 രൂപയാണ് പ്രോഫിറ്റ് എങ്കിലും പോട്ടെ, 2,000 രൂപയാണ് പ്രോഫിറ്റ് എങ്കിലും എല്ലാ വർഷവും നിങ്ങൾക്ക് 1,000 രൂപ ഡിവിഡൻഡ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അഷ്വർ ചെയ്യുന്നു, തന്നിരിക്കും, എല്ലാ വർഷവും തന്നിരിക്കും എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയുന്നു, ഈ 20,000-ന് മേലെയാണ് ഞങ്ങളുടെ പ്രോഫിറ്റ് എങ്കിൽ ഇതിനൊപ്പം ഞങ്ങൾ ഒരു എക്സ്ട്രാ ഡിവിഡൻഡും കൂടി നിങ്ങൾക്ക് തരും. അതായത് 20,000-ന് പുറത്ത് പോയി ഒരു വർഷം 30,000 രൂപയാണ് പ്രോഫിറ്റ് എങ്കിൽ ഈ 1,000 രൂപയും തരും, പ്ലസ് ഈ അഡീഷണൽ വരുന്ന എക്സ്ട്രാ ഉള്ളതിന് ഒരു എമൗണ്ട് ഓഫ് ഡിവിഡൻഡും കൂടി നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു സീലിംഗ് ലിമിറ്റ് വെക്കുന്നത് പോലെ അല്ലേ. കമ്പനി ഒരു കോൺസ്റ്റന്റ് ഡിവിഡൻഡ് എല്ലാ വർഷവും നിങ്ങൾക്ക് തരും. പക്ഷേ ഏതെങ്കിലും വർഷത്തിൽ കമ്പനിക്ക് ഹൈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹൈ ഈൽഡ് ഉണ്ടാവുകയാണെങ്കിൽ ആ വർഷം നിങ്ങൾക്കൊരു എക്സ്ട്രാ ഡിവിഡൻഡും കൂടി തരുന്നതായിരിക്കും. അതാണ് സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. താങ്ക് യു സോ മച്ച്.